നമ്മളിന്നൊരു പ്രോബ്ലം ചെയ്യാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നത്, ഏത് പ്രൊജക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്നുള്ളത് NPV ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സാമിന് അധികം വരുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇത്. നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ടു പ്രൊജക്റ്റ് എക്സ് ആൻഡ് വൈ. രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. സജസ്റ്റ് വിച്ച് ഓഫ് ദ പ്രൊജക്റ്റ് ഷുഡ് ബി ആക്സെപ്റ്റഡ് അസ്യൂമിങ് എ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് 10%. ഏത് പ്രൊജക്റ്റാണ് നല്ലതെന്ന് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്, 10% തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കാണേണ്ടി വരും. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കും. നോക്കാം, ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സിൻ്റെത് 20,000ഉം വൈൻ്റെത് 30,000 അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ്, നമുക്ക് ഈ പ്രൊജക്റ്റ് എത്ര വർഷക്കാലം ഉപയോഗിക്കാൻ പറ്റും? എക്സ് 5 ഇയേഴ്സും വൈയും 5 ഇയേഴ്സ്, രണ്ടും ഒരേ വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് എൻ അസറ്റ് ആഫ്റ്റർ ഇറ്റ്സ് ഡിപ്രീസിയേഷൻ, ദ ലാസ്റ്റ് വാല്യൂ ഓഫ് ദ അസറ്റ്. ഇതാണ് ഒരു മെഷീനറി എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിപ്രീസിയേഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. എക്സിൻ്റെത് 1000 വൈൻ്റെത് 2000 തന്നത്. ദ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ്. ഡിപ്രീസിയേഷന് ശേഷം ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ്. ഡിപ്രീസിയേഷൻ ആകുമ്പോൾ ടാക്സിന് ശേഷവും അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. എക്സിൻ്റെതും വൈൻ്റെതും ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്, എക്സിൻ്റെതും വൈൻ്റെതും. ആദ്യത്തെ വർഷം 5,000, രണ്ടാമത്തെ വർഷം 10,000, മൂന്നാമത്തെ വർഷം 10,000, നാലാമത്തെ വർഷം 3,000, അഞ്ചാമത്തെ വർഷം 2,000. പ്രൊജക്റ്റ് വൈൻ്റെത് 20,000, 10,000, 5,000, 3,000, 2,000. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് പറയാണ് വിച്ച് പ്രൊജക്റ്റ് ഷുഡ് ബി ആക്സെപ്റ്റഡ്. ഏതാണ് ആക്സെപ്റ്റ് ചെയ്യുക? കമ്പനിയോട് റെക്കമെൻഡ് ചെയ്യുക ഏത് പ്രൊജക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ. അപ്പോൾ നമുക്ക് ഇത് NPV കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി നോക്കാം അതിൻ്റെ സ്റ്റെപ്പുകൾ. ഇതാണ് അതിൻ്റെ NPV കാണാനുള്ള സ്റ്റെപ്പ്. ഒന്നാമത്തത് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ അല്ലേ. ക്യാഷ് ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോവും തന്നിട്ടുണ്ട്. ഏതാണ് ക്യാഷ് ഇൻഫ്ലോ? ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട് 5,000, 10,000, എക്സിൻ്റെ വൈൻ്റെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. ഔട്ട്ഫ്ലോ ഏതാ? 20,000, 30,000. ഇതെന്ത് ചെയ്തു? നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു, കണ്ടുപിടി. ക്വസ്റ്റിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്താ വേണ്ടത്? ഡിസ്കൗണ്ട് റേറ്റ് ഓർ കട്ട് ഓഫ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ്. ഡിസ്കൗണ്ട് റേറ്റ് ഓർ കട്ട് ഓഫ് റേറ്റ് ഡിറ്റർമൈൻഡ്. ഏതാണ് ഡിസ്കൗണ്ട് റേറ്റ്? ഡിസ്കൗണ്ട് റേറ്റ് 10%. അടുത്തത് ഏതാ വേണ്ടത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആർ കാൽക്കുലേറ്റഡ്. നമുക്ക് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്യൂച്ചറിലാണ്, അടുത്ത വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ട് അതിനൊക്കെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റണം. പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കാണാൻ എങ്ങനെയാണ്? 1/1 + R/n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കണം. ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്, 10% ആണ്. ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ്. അപ്പോൾ എങ്ങനെ കാണാം? ഒന്നാമത്തെ വർഷം 1/, പ്രസൻറ്റ് വാല്യൂ കാണാൻ 1/1 + R റേറ്റ് ആണ്. R എത്രയാണ്? 10% എന്ന് പറയുന്നത് 0.10. 10% എന്ന് പറഞ്ഞാൽ 0.10. 10/100 റേസ് ടു
എൻ എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ഇയേഴ്സാണ്. 1 ആണ് 1, 2 ആണ് 2. ഓരോ വർഷം അല്ലേ, ഒന്നാമത്തെ വർഷം 1, രണ്ടാമത്തെ വർഷം 2 എന്ന് കൊടുക്കണം, 3 എന്ന് കൊടുക്കണം, 4 എന്ന് കൊടുക്കണം, 5 എന്ന് കൊടുക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിസ്കൗണ്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടും. ഒന്നാമത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടും, രണ്ടാമത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 1 + 0.10 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് എത്ര കിട്ടും? 1.10 കിട്ടും. 1/1.10 ഒന്നാമത്തെ വർഷം, രണ്ടാമത്താണ് 2 കൊടുക്കുക, മൂന്നാമത്തെ വർഷമാണ് 3 കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ 1 + 1.10 ആണ്. അപ്പോൾ നിങ്ങൾ ഈക്വൽ ടു അടിച്ചാൽ ഒന്നാമത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടും. രണ്ടാമത് നിങ്ങൾ ഈക്വൽ ടു ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തെ കിട്ടും. ഒന്നും കൂടി ഈക്വൽ ടു അടിച്ചാൽ മൂന്നാമത്തെ വർഷത്തെ. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെയും ചെയ്യേണ്ട ആവശ്യമില്ല, 2, 3, 4 ചെയ്യേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു ഒന്നാമത്തെ വർഷത്തിന് ഒരു ഈക്വൽ ടു കൊടുക്കാം, പ്രസ് ചെയ്താൽ മതി. ഈക്വൽ എന്നല്ല, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടും. ഇനി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുറ്റി ടേബിൾ ഉണ്ട്, പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉണ്ട്, അത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റും. നോക്കാം. പ്രസൻറ്റ് വാല്യൂ ₹1, ടേബിൾ 1 ആണ്, ഒന്നാമത്തെ വർഷം. അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് 5%, 6, 8, 10. നമുക്ക് 10 ആണ് വേണ്ടത്, 10%. അപ്പോൾ 10 ഒന്നാമത്തെ വർഷം 0.909, രണ്ടാമത്തെ വർഷം 0.826, 0.751, 0.683, 0.621. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടി. ഇതിന് ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ കിട്ടും. ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് ക്യാഷ് ഇൻഫ്ലോസ്. ഈ ഇൻഫ്ലോസിന് എന്ത് ചെയ്യാം? ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് 5 വർഷം എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. സ്ക്രാപ്പ് വാല്യൂ എടുക്കണം. ഇത് ലാസ്റ്റുള്ള എമൗണ്ടാണ്. ഇതിനെ എന്ത് ചെയ്യണം? ലാസ്റ്റ് 5ാമത്തെ വർഷമാണ് എന്തുണ്ടാവുക? 1000, 2000 ലാസ്റ്റ് ഇയറിലുള്ള വാല്യൂ. അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഈ ക്യാഷ് ഇൻഫ്ലോനെ ക്യാഷ് ഔട്ട്ഫ്ലോ കൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും. നോക്കാം, ആൻസറിലേക്ക് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ഇയർ എന്ന് എഴുതുക. ഇയർ 1, 2, 3, 4, 5 2 വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ക്യാഷ് ഇൻഫ്ലോയും ഇത് സ്ക്രാപ്പ് വാല്യൂ ആണ്. അപ്പോൾ പ്രൊജക്റ്റ് എക്സിൻ്റെ ഔട്ട്ലേ, അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ 20,000 ആണ് അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇതാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഒന്നിലെ ടേബിളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഈ എക്സിനെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. എക്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ അതിന് ആഡ് ചെയ്യാം. ഇത് മൊത്തം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് കിട്ടും. അതിന് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്താലും നിങ്ങൾക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും. എക്സിൻ്റെത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വൈൻ്റെത് നോക്കുക. വൈൻ്റെ ക്യാഷ് ഇൻഫ്ലോസ്, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എടുക്കുക. അതിനെ പ്രസൻറ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 20,000 × 0.909. എൻ്റെ ആൻസർ വൈൻ്റെത് ഇവിടെയാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 ആണ്. മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. ആഡ് ചെയ്യാം. 34,724. അതിനെ ഔട്ട്ഫ്ലോ കൊണ്ട് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് NPV കിട്ടും. അപ്പോൾ എക്സിൻ്റെ NPV, വൈൻ്റെ NPV ഏത് നിങ്ങൾ സെലക്ട് ചെയ്യും? അല്ലേ, ഏതാ സെലക്ട് ചെയ്യുക? ഏതാണോ ഹയർ അതാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സിൻ്റെത് 4,227, വൈൻ്റെത് 4,727. ഏത് സെലക്ട് ചെയ്യും?
വൈ സെലക്ട് ചെയ്യും. കാരണം എന്താ, അതാണ് ഹൈ ആയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ദ പ്രൊജക്റ്റ് വിൽ ബി പ്രിഫേർഡ് ബിക്കോസ് ദ എൻ പി വി ഓഫ് പ്രൊജക്റ്റ് വൈ ഈസ് മോർ ദാൻ ദ എൻ പി വി ഓഫ് പ്രൊജക്റ്റ് എക്സ്. എക്സിനേക്കാളും വൈ ആണ് കൂടുതലുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.